ഹായ് എവരിവൺ, ഇറ്റ്സ് മീ സുജ. നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടും ബട്ട് റിസൾട്ട് വന്ന സമയത്ത് മെറിറ്റിൽ കിട്ടാനുള്ള ഒരു മാർക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കോഴ്സിലേക്ക് ഫോഴ്സ്ഫുള്ളി പോകാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പാരന്റ്സും നമ്മളോട് എൻക്വയറി ചെയ്യുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി. വെൽക്കം ബാക്ക് കാംബ്രിഡ്ജ്. MBBS ഇൻ അബ്രോഡ്. അഫോർഡബിൾ ആയ ഫീസിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയെ പറ്റി നോക്കാം. ഗ്രേറ്റ് അലക്സാണ്ടർ ഭരിച്ചിരുന്ന രാജ്യം. ഉസ്ബെക്കിസ്ഥാൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഏഷ്യയിലാണ്. തഷ്കെന്ത് ആണ് ക്യാപിറ്റൽ. ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. വലിയ വലിയ പള്ളികളും ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ മഹത്തായ ശേഖരങ്ങളും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കാണാൻ സാധിക്കും. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് തഷ്കെന്ത്. 2000 പഴക്കമുള്ള ഈ നഗരം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ സന്ദർശിക്കാറുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ പ്രധാന നഗരങ്ങളാണ് തഷ്കെന്ത്, സമർകന്ദ് ആൻഡ് ബുക്കാര. വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡും കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉസ്ബെക്ക് ആണ്. ബട്ട് എന്നാലും കുറച്ച് ആൾക്കാർ റഷ്യൻ ലാംഗ്വേജിലും സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി മനസ്സിലാക്കാം. ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. എത്രയാണ് അവിടുത്തെ ഫീസ്? NMC ഗൈഡ്ലൈൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ ഫർഗാന? ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ? അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫർഗാനയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം? ഡൽഹി ടു തഷ്കെന്ത് 3 hours ഫ്ലൈയിങ് ടൈം. തഷ്കെന്ത് ടു ഫർഗാന 50 minutes ഫ്ലൈയിങ് ടൈം. ആൻഡ് ഫർഗാന എയർപോർട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് 6 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം 5 to 6 minutes ജേർണി. ഉസ്ബെക്കിസ്ഥാന്റെ എംബസി ഡൽഹിയിലും ഇന്ത്യയുടെ എംബസി തഷ്കെന്തിലുമാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സിറ്റി നോക്കുവാണെങ്കിൽ 6 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഫർഗാനയിലെ മേജർ ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബറിലും ഫെബ്രുവരിയിലുമാണ്. ഇനി നമുക്ക് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം NMC ഗൈഡ്ലൈൻസ്. എന്താണ് NMC ഗൈഡ്ലൈൻസ്? നമ്മളെ ഫസ്റ്റ് NMC ഗൈഡ്ലൈൻസ് 54 months സ്റ്റഡീസ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ്. സെക്കൻഡ് ഗൈഡ്ലൈൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ്. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ 6 year വരെ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. തേർഡ് ഗൈഡ് ലൈൻ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റി ആണോ? അത് നമ്മൾ എങ്ങനെ അറിയാം? www.doms.org എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പബ്ലിക് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ നെയിം സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. ഫോർത്ത് ഗൈഡ് ലൈൻസ് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ലൈസൻസ് ടു പ്രാക്ടീസ് ദാറ്റ് കൺട്രി. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗൈഡ് ലൈൻസും ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3.5 കോടി പോപ്പുലേഷൻ ആണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും. 3 year പ്രീ ക്ലിനിക്കലും 3 year ക്ലിനിക്കലുമാണ് വരുന്നത്. റിയൽ കഡാവർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിമുലേഷൻ ബോഡീസും അവൈലബിൾ ആണ്. ഇനി അക്കാഡമിക്സ് നോക്കുവാണെങ്കിൽ ഫർഗാനയിൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ ക്ലാസ് തലേ ദിവസം തന്നെ ഫാക്കൽറ്റി അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. ഒരു ക്ലാസ്സിൽ ഏകദേശം 12 to 15 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. സെൽഫ് സ്റ്റഡി ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന. അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് പേപ്പർ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സും ഫാക്കൽറ്റി നടത്തുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഒരു പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റും അവർ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ അത്രയും മികച്ച യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന. ഇനി നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലെ 17 യൂണിവേഴ്സിറ്റിയിൽ ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റലുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന. ഹോസ്റ്റൽ നോക്കുവാണെങ്കിൽ സെപ്പറേറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്. 2 bed ഷെയറിങ്ങും 4 bed ഷെയറിങ്ങും റൂംസും അവൈലബിൾ ആണ്. ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സും ഹോസ്റ്റൽസിൽ അവൈലബിൾ ആണ്. ഇനി ഫർഗാനയിലെ ഫീസ് നോക്കുവാണെങ്കിൽ നമുക്ക് പെർ ഇയർ $3,500 ആണ് വരുന്നത്.
ബിലോ 3 lakh rupees ആണ് INR വരുന്നത്. ഇനി ഹോസ്റ്റൽ നോക്കുവാണെങ്കിൽ $600 ആണ് വരുന്നത്. ബിലോ 50,000 rupees ആണ് വരുന്നത്. അതേപോലെ ഫുഡ് നോക്കുവാണെങ്കിൽ $1,200 ആണ് വരുന്നത്. ബിലോ 1 lakh rupees. ഒരു ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1 year തൊട്ട് 6th year വരെ വരുന്നത് ഏകദേശം 32 lakhs ആണ്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ MBBS റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു.